മാഷേ, ബീഹാറിൽ ഒരു അവിചാരിതമായ സംഭവം ഉണ്ടായി. മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അതിൻ്റെ ആഹ്ലാദം തെളിയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ റോസ്ഗാർ മേള എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ് അപ്പോയിൻറ്റ്മെൻറ്റുകളെല്ലാം എല്ലാ റിക്രൂട്ടീസിനെയും ഒരുമിച്ച് വെച്ചിട്ട് ആണല്ലോ നടത്താറുള്ളത്. അപ്പോൾ അങ്ങനൊരു മേളയിൽ മതദേഹവുമായിട്ട് വന്ന ഒരു ഡോക്ടറുണ്ടായിരുന്നു, ഡോക്ടർ നുസ്രത്ത്. അപ്പോൾ അവരുടെ നിയമനം മുഖ്യമന്ത്രി തന്നെ നടത്തി. അപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ ഈ 25 വർഷം മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷം കൊണ്ടോ അല്ലെങ്കിൽ കൊച്ചുമകളോടൊന്നുള്ള ഒരു വാത്സല്യം കൊണ്ടോ എന്തുകൊണ്ടോ ആകാം, അദ്ദേഹം അനുചിതമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്തു. അതായത് ആ കുട്ടിയുടെ നുസ്രത്തിൻ്റെ മുഖപടം, മൂടുപടം ഒന്ന് മാറ്റി എന്താ ഇത് എന്നൊന്ന് ചോദിച്ചു. സന്തോഷത്തോടു കൂടി ചോദിച്ചതാണ്, പ്ലസൻ്റ് ആയിട്ട് ചോദിച്ചതാണ്. പക്ഷേ അതൊരു ആഗോള വ്യാപകമായ സാർവദേശീയമായ ഒരു വിഷയമായി. ഇദ്ദേഹത്തെ കൊല്ലാനായിട്ട് പാകിസ്ഥാനിൽ നിന്ന് ഫത്വ, ബംഗ്ലാദേശിൽ നിന്ന് ഫത്വ, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ഫത്വകൾ ധാരാളമായിട്ട്. വസ്ത്രത്തിൽ തൊട്ടോ ഇറാനിൽ നിന്ന് വന്നോന്നറിയില്ല, അങ്ങനെ ഫത്വകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇദ്ദേഹത്തെ ഇല്ലാതാക്കുന്നതിന് 20 കോടി 30 കോടി. അതിനിടയ്ക്ക് ഒരു 3 ലക്ഷത്തിൻ്റെ കണക്ക് വന്നിട്ടുണ്ട്. 3 ലക്ഷത്തിൻ്റെ കണക്ക് വന്നത് മറ്റൊന്നുമല്ല, ഇന്ത്യക്കകത്തു നിന്നാണ്, ജാർഖണ്ഡിൽ നിന്നാണ്. അത് ഇദ്ദേഹത്തിനെ കൊല്ലാനല്ല, നികേഷിൻ്റെ തലയറുക്കാൻ വേണ്ടിയിട്ടല്ല, നിതീഷ് കുമാറിൻ്റെ തലയറക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഈ പെൺകുട്ടിക്ക് ക്വാളിഫൈഡ് ആണല്ലോ, അതേ ക്വാളിഫിക്കേഷനോടുകൂടി ജാർഖണ്ഡിൽ ഡോക്ടറായിട്ട് വന്ന് സേവനം അനുഷ്ഠിക്കാം. ജാർഖണ്ഡ് മാഷിന് അറിയാമല്ലോ, റിമോട്ടായിട്ടുള്ള വലിയൊരു ടെറൈനാണ്. അവിടെയൊക്കെ ഡോക്ടർമാരെ കിട്ടാനും ചികിത്സ കിട്ടാനും പാടാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ 3 ലക്ഷം ശമ്പളം കൊടുക്കാം, ഏതാണ്ട് 3 ഇരട്ടി ശമ്പളമാണ്. അതുപോലെ തന്നെ ഫ്ലാറ്റ് അടക്കം, ഫ്ലാറ്റ്, കാറ്, എല്ലാ സൗകര്യങ്ങളും കൊടുക്കാം. ചേരേണ്ട ഡേറ്റ് കഴിഞ്ഞു, ഇന്ന് തീരുക, ലാസ്റ്റ് ഡേറ്റാണ്, ജോയിനിങ് ഡേറ്റാണ്. ജോയിനിങ് ഡേറ്റ് കഴിഞ്ഞു. ജോയിനിങ് ഡേറ്റിന് ഒരു ചെറിയ ആനുകൂല്യം ഉണ്ട്, പക്ഷേ 20 ദിവസം കൂടി വീണ്ടും ബീഹാർ ഗവൺമെൻറ് നീട്ടിക്കൊടുത്തിരിക്കുക. അപ്പോൾ ഈ പെൺകുട്ടി തൻ്റെ കരിയറിനെ ഈ രീതിയിൽ അങ്ങനെ അങ്ങ് മതദേഹവുമായിട്ട് കുഴപ്പിച്ചുകൊണ്ടും ഒക്കെ അങ്ങനെ കരുതേണ്ടതായിട്ടുണ്ടോ? എന്തായാലും അദ്ദേഹം ചെയ്ത് അനുചിതമായി പോയി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും ഡേറ്റ് നീട്ടി കൊടുത്തിട്ടുണ്ട്. ഇത്ര വലിയ വിഷയങ്ങളാക്കി നമ്മളുടെ കാര്യങ്ങൾ, മതവസ്ത്രങ്ങളെ കരുതേണ്ടതായിട്ടുണ്ടോ? നമ്മളൊരു ഡോക്ടർ എന്ന് പറയുമ്പോൾ ശാസ്ത്രം പഠിക്കുന്ന ആളാണ്. ഈ ഡോക്ടർക്ക് തന്നെ എത്രയോ പേരെ കൈകൊണ്ട് തുടയേണ്ടതായിട്ട് വരും. ശരീരത്തിലെ മതനിയമങ്ങൾ കൊണ്ടൊന്നും നമുക്ക് ഒരു ഡോക്ടറായിട്ട് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ഓക്കുപേഷണൽ ലൈഫിൽ ഓക്കുപേഷണൽ ഹസാർഡ്സ് ആയിട്ട് പലതും ചെയ്യേണ്ടി വരും, പല ചികിത്സകളും ചെയ്യേണ്ടി വരും, ഇല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഈ മതദേഹത്തിന് ഇത്രയധികം ഒരു പ്രാധാന്യം നമ്മൾ ഏത് മതത്തിൻ്റെ ആയാലും കൊടുക്കേണ്ടതായിട്ട് ഉണ്ടോ? ഇത് ഗൗരവമായ ചില വിഷയങ്ങൾ ചർച്ചയ്ക്ക് വെക്കുന്ന ഒരു സംഭവമാണ്. ഒന്ന്, പെട്ടെന്ന് നമ്മൾ ഇത് അനുചിതം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മുന്നിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വാങ്ങാനെത്തിയ ഒരു സ്ത്രീയോട് അപമര്യാദയെ പെരുമാറി എന്നിടത്താണ് അനുചിതം എന്ന് പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വാങ്ങാൻ വരുന്ന ഒരു സ്ത്രീ മൂടുപടം അണിഞ്ഞ് വരേണ്ട കാര്യമുണ്ടോ? മൂടുപടം അണിഞ്ഞ് വരേണ്ട കാര്യമുണ്ടെന്ന് വെച്ചാൽ മുഖം മറച്ച് വരേണ്ട കാര്യമുണ്ടോ? അങ്ങനത്തെ ഒരു ചോദ്യം എന്തുകൊണ്ടാണ് ചോദിക്കാത്തത്? അങ്ങനെ മൂടുപടം അണിഞ്ഞ് വന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ആ മുഖമൊന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് ആ മൂടുപടം നീക്കാൻ ഒരാഗ്രഹം വന്നതെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ അത്തരം വേഷങ്ങളുമായിട്ട് ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ വരരുത് എന്നുള്ളതാണ് സത്യം. കാരണം മതചിഹ്നങ്ങൾ, മതവസ്ത്രങ്ങൾ അതൊക്കെ അവർക്ക് അവരുടെ വീട്ടിലും അതേപോലെ തന്നെ മതാചാര കേന്ദ്രങ്ങളിലും നിർവഹിക്കാം. നമുക്ക് ഇതേപോലെ ഇതിന് സമാനമായ ഒരു പ്രശ്നം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ടായി, സാറിന് ഓർമ്മയുണ്ടായിരിക്കും. അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇവർക്ക് ഹിജാബ് ഇട്ട് കയറണം എന്നാണ് പറയുന്നത്, മൂടുപടം ഇട്ട് അതിനകത്ത് കയറണം എന്നാണ് പറയുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ സാധാരണ രീതിയിൽ ഏത് മതക്കാരായാലും അവർ ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രവേശിക്കേണ്ടത് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കേണ്ട യൂണിഫോം ഇട്ടുകൊണ്ടാണ്. അതിന് ഹൈജീനിക് ആയിട്ടുള്ള ഒരുപാട് വാല്യൂ ഉണ്ട്. അത് ശാസ്ത്ര സംബന്ധമായിട്ട് അവർ തീരുമാനിച്ചതും അതേപോലെ തന്നെ ലോകത്തെല്ലായിടത്തും അംഗീകരിച്ചിരിക്കുന്നൊരു കാര്യമാണ്. ചിലപ്പോൾ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും, നമ്മളത് പരിഗണിക്കേണ്ട കാര്യമില്ല. അത് മതരാഷ്ട്രമാണ്, മതരാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ
സാധാരണ ജനാധിപത്യ സമൂഹത്തിലോ ജനാധിപത്യ രാഷ്ട്രത്തിലോ ഉപയോഗിക്കേണ്ടതില്ല. ഉപയോഗിക്കാനായിട്ട് നമ്മൾ സാധാരണ രീതിയിൽ അംഗീകരിക്കാറുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ച വിഷയം എന്ന് പറയുന്നത് ഇത് വലിയ വാർത്തയായി. എന്താ വലിയ വാർത്തയാവാൻ കാരണം? വലിയ വാർത്തയാവാൻ കാരണം അതിൽ മത തീവ്രതയുണ്ടെന്നുള്ളതാണ്. മത തീവ്രതയാണ് അതിൻ്റെ കാരണം. നിതീഷ് കുമാറിനെ കശാപ്പ് ചെയ്യാനായിട്ട് കോടിക്കണക്കിന് രൂപയുടെ ഓഫർ വെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇത് നമ്മൾ കേരളത്തിൽ ഇതിനൊക്കെ റെപ്ലിക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ജോസഫ് സാർ എന്ന് പറയുന്നതായിട്ടുള്ള അധ്യാപകൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയതിൽ മുഹമ്മദ് നബിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ചില പരാമർശങ്ങളുണ്ടായി. അപ്പോൾ കേരളത്തിലെ മുസ്ലിം തീവ്രവാദികൾ എന്ത് ചെയ്ത്, നീ ഏത് കൈ കൊണ്ടാടാ ഈ ചോദ്യം എഴുതിയത്, ആ കൈ കിടതാണെന്ന് പറഞ്ഞ് വെട്ടിയെടുത്തിട്ട് പോയി. ഈ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ലോകത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റേണ്ടതാണെന്നാണ് ഞാൻ പറയാം. അത് മുസ്ലിങ്ങൾ കൊണ്ട് നടക്കുക, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ കൊണ്ട് നടക്കുക, ഹിന്ദുക്കളും ആരും കൊണ്ട് നടന്നാലും ഇതൊക്കെ ഇത്തരത്തിലുള്ള മത തീവ്രവാദം എന്ന് പറയുന്നത് സമൂഹത്തിന് ഗുണകരമായ കാര്യമല്ല. അപ്പം അതുകൊണ്ട് ആ വിഷയം അങ്ങനെ എടുക്കുകയും അങ്ങനെ കൊണ്ടാടുകയും ചെയ്യുന്നത് ശരിയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സമൂഹത്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് ശരിയല്ലെന്ന് പറയും. പക്ഷേ മുസ്ലിം മതരാഷ്ട്രത്തിലിരുന്ന് സംസാരിക്കുന്നവരെന്ത് ചെയ്യും? അത് ശരിയാണെന്ന് പറയും. നിങ്ങളുടെ തെറ്റും ശരിയും ഒക്കെ തീരുമാനിക്കുന്നത് എവിടെയാണ്? നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാണ്ട് തെറ്റും ശരിയും എന്ന് പറയുന്നതിന് ഒരു സാർവലൗകികതയൊന്നും ഇപ്പം ഇല്ല. അത് സാധാരണ രീതിയിൽ ഒന്ന് മറ്റൊന്നുമായിട്ട് താരതമ്യം ചെയ്ത് കമ്പാരറ്റീവ് ആണ് ശരിക്കും. നിങ്ങളുടെ ശരിയല്ലേ സാറിൻ്റെ ശരി എൻ്റെ ശരിയല്ല, എൻ്റെ ശരി സാറിൻ്റെ ശരിയല്ല, അങ്ങനെ ആയിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. റിലേറ്റീവ് ആണ്. അങ്ങനെ റിലേറ്റീവ് ആകുന്നു എന്നുള്ളത് വേണ്ടെന്നും നമ്മൾ പറയാനുള്ള റിലേറ്റീവ് ആയിക്കൊള്ളട്ടെ. പക്ഷേ പൊതു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കോമൺ സെൻസ് ഉണ്ടാവണം. ആ കോമൺ സെൻസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചതിനിടയിൽ ഇത് ശരിയല്ല എന്ന് നമുക്ക് തോന്നും. ഫ്രാൻസിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായി. ഫ്രഞ്ച് പ്രസിഡന്റിൻ്റെ മുമ്പിൽ ഒരു സ്ത്രീ ഇങ്ങനെ ആകെ പർദ്ദ അണിഞ്ഞ് മൂടുപടം അണിഞ്ഞുകൊണ്ട് വന്നു. പ്രസിഡന്റ് വളരെ ദേഷ്യപ്പെട്ടു. എൻ്റെ മുമ്പിൽ വരുന്ന ആളിൻ്റെ മുഖം എനിക്ക് കാണണം, ആരാണെന്ന് എനിക്കറിയണം, അല്ലാതെ വേഷം അതായത് മുഖം മറച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ ആരും. നിയമം ഇവർ ചെല്ലണ്ടെന്നേ. ഇവർക്ക് താല്പര്യമില്ലെങ്കിൽ എന്തിനാണ് ഇവർ അപ്പോയിൻമെന്റ് ലെറ്റർ വാങ്ങിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എഴുതുന്നതിനാ അല്ലെങ്കിൽ പ്രസിഡന്റ് എഴുതിയതിനാ? ഇവരാരെടുത്തും പോകണ്ട, ഇവർ വീട്ടിനകത്ത് ഇരുന്നോട്ടെ. ആർക്കും അഭിപ്രായ വ്യത്യാസം? മൂടുപടോ അതിൻ്റെ അപ്പുറത്തെ പടമൊക്കെ ഇട്ട് അവര് വീട്ടിനകത്ത് തന്നെ ഇരുന്നോട്ടെ. തീർച്ചയായിട്ടും. അപ്പം അവര് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പൊതുസമൂഹത്തിൽ വരുന്ന സമയത്ത്, പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് മുഖം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റിയാണ്. ഒരു കാരണവശാലും മറച്ചു വെക്കാൻ പാടില്ല എന്നുള്ളത്. ഐഡന്റിറ്റി ഒരു കാരണവശാലും മറച്ചു വെക്കാൻ പാടില്ല. ഐഡന്റിറ്റി കൂടാനും പാടില്ല. ഉദാഹരണത്തിന് ഇപ്പം ഞാനൊരു സിറ്റുവേഷൻ, ഒരു സപ്പോസ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ, നാഗസന്യാസിമാരുണ്ട്. നാഗസന്യാസിമാരെന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കാറേ ഇല്ലാത്ത ആൾക്കാരാണ്. ഹിമാലയത്തിൻ്റെ കൊടും തണുപ്പിൽ ഇപ്പോഴും നാഗസന്യാസിമാർ വസ്ത്രം ധരിക്കാതെയാണ് പോകുന്നത്. ഒരു വിശ്വാസമാണത്. റിലേറ്റീവായിട്ടല്ല, അവരവിടെ ഇരുന്നോട്ടെ. ഞാൻ ചോദിക്കട്ടെ, അവരിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ഈ എറണാകുളം സിറ്റി കൂടി കടന്നാലത്തെ സ്ഥിതി എന്താ? അല്ല ഞാൻ പറയുന്നത് നമുക്കതിനെ ന്യായീകരിക്കാൻ പറ്റുമോ? അടിച്ച് നമ്മൾ ഓടിക്കും, അതാണ് പ്രശ്നം. അല്ല, സിറ്റുവേഷനിൽ അയാൾ അവിടുന്ന് ആ സന്യാസി സമൂഹത്തിൽ ഒരാൾ പഠിക്കണമെന്ന് തോന്നി ഡോക്ടറായിട്ട് അപ്പോയിൻമെൻറ്റ് വാങ്ങിക്കാൻ ചെല്ലുക. ഒരു വസ്ത്രം ധരിക്കാതെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ചെല്ലാൻ പറ്റുമോ? അത് എൻ്റെ മതത്തിൻ്റെ വിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അദ്ദേഹത്തിനെ പിടിച്ച് ജയിലിലിടില്ലേ? അപ്പം തന്നെ പിടിച്ച് ലോക്കപ്പിലിടില്ലേ? മനുഷ്യന് കോമൺ സെൻസ് വേണം. അതുപോലെ തന്നെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റുകൾ നല്ല രീതിയിൽ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പാകപ്പിഴകളില്ലാതെ ഇതൊരു പ്രാകൃത ചിന്താഗതിയാണ്. അതൊക്കെ അവർ ഉപേക്ഷിക്കും എന്നാണ് കണക്കാക്കാം, അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടണം. നമ്മൾ മതദേഹങ്ങളായിട്ട് മാറാൻ വ്യക്തിത്വങ്ങളാണ്. ആ വ്യക്തിത്വങ്ങളെ നമ്മൾ ഇൻഡിവിജ്വാലിറ്റിയെ തകർക്കാൻ പാടില്ല. സ്വത്വ രാഷ്ട്രീയം കൊണ്ട് മറക്കേണ്ട ഒന്നല്ല നമ്മുടെ വ്യക്തിത്വങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.